ഹായ് ഹലോ എൻജോയ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ലോങ് വീഡിയോസൊക്കെ ഇടാത്തത് മനഃപൂർവ്വമല്ല, കുറച്ചധികം തിരക്കുണ്ടായിരുന്നു, വീട് പണിയുടെ തിരക്കുണ്ടായിരുന്നു, വീട് മാറുന്നതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഞങ്ങളിപ്പോൾ വേറൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്നിട്ടിപ്പോൾ 2-3 ആഴ്ചയായി. പക്ഷേ എല്ലാം ഒന്ന് വന്ന് കയറി അന്ന് മുതൽ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ട നിലയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങൾ. നല്ല തിരക്കാണ്. രാവിലെ വീട് പണിയുന്ന സ്ഥലത്തോട്ട് പോകണം, പിന്നെ തിരിച്ചു വരണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ ലോങ് വീഡിയോസ് ഇട്ടിട്ടല്ലേ നമുക്ക് കാര്യമുള്ളൂ. രാവിലെ എന്നും ഷോർട്സ് ഇടും. അപ്പോൾ ലൈവൊക്കെ ഞാൻ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. കാരണം ലൈവൊക്കെ സ്ക്രീൻ കാസ്റ്റ് ആണെങ്കിൽ ഇട്ടിട്ട് പോകണമെങ്കിൽ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊന്നും വരാതിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം വീടിനകമൊക്കെ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് വീടൊന്ന് കാണിക്കാം കേട്ടോ. മറ്റേ വീടിനെ അപേക്ഷിച്ച് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അതുപോലെ തന്നെ വാടകയുടെ ബഹളങ്ങളില്ല. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പട്ടിക്കും കുട്ടിക്കും ഒക്കെ ഓടി നടക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ആരുടെയും വഴക്കുകളില്ല. നമ്മുടെ വീടിനകത്തേക്ക് ആരും നോക്കി ഇരിക്കണില്ല. നമ്മളെവിടെ പോകുന്നു വരുന്നു ഒന്നൊന്നും തിരക്കാനായിട്ട് ആരുമില്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേന് ഏത് വീടാണെന്നൊക്കെ തപ്പിക്കണ്ടുപിടിക്കും. അത് വേറെ വശം. എന്നിരുന്നാൽ കൂടി ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഉള്ള കഞ്ഞിയും കുടിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഇഷ്ടം പോലെ മരങ്ങളുണ്ട്, റബ്ബറുണ്ട്, ജാതിയുണ്ട്, റംബുട്ടാനുണ്ട്, ചാമ്പയ്ക്കയുണ്ട്, മാവ്, ചക്ക, ഇഷ്ടം പോലെ സാധനങ്ങൾ, തെങ്ങ് എല്ലാം ഉണ്ട്. വിറകിന് വിറക്, വെള്ളത്തിന് വെള്ളം. കുഴൽക്കിണറിലെ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മുടി എത്രയും പോയി. അത് കാരണം ഇപ്പോൾ കിണറ്റിലെ വെള്ളം ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ഉപയോഗിക്കാം. പഴയ ഒരു വീടാണ് കേട്ടോ. വലിയ വാടകയൊന്നും ഇല്ലാത്തൊരു ചെറിയ വീട്. ഞങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ വീട് കാണിക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഒരു പഴയ വീടാണ്. അവർ പുതിയ വീട് വെച്ച് മാറിയപ്പോൾ പഴയ വീട് ഇങ്ങനെ ഇട്ടിരുന്നതാണ് കേട്ടോ. നമുക്കിത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കഴുക്കോലൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ചോർച്ചയുണ്ട്. അപ്പോൾ അവർ ടാർപോളിനൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഓണർ. പിന്നെ തുണിയിലൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്. വണ്ടി മുറ്റത്ത് വരും. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല സൗകര്യമുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ചുറ്റുവട്ടമൊക്കെ ഒന്ന് തെളിക്കാത്തത്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, മഴയാണ്, നല്ല മഴയാണ്. അന്തരീക്ഷം കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. വീടിനകത്തെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ ഞാനിടാം. അപ്പോൾ വീടിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചവരോട്, വീടിൻ്റെ പണി ഫൗണ്ടേഷൻ വാർത്തു, 2 കട്ടപ്പൊക്കമായിട്ടുണ്ട്. ഇപ്പം മുറ്റത്തിൻ്റെ ലെവലായിട്ടുണ്ട്. ഇനി അതിനകത്തൊക്കെ മണ്ണ് നിറയ്ക്കണം. അതിനുശേഷം കട്ടള വെക്കണം. അപ്പോൾ മഴയായതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. എന്തായാലും എനിക്ക് കിട്ടിയ, ഞാൻ പറഞ്ഞില്ലേ, ദൈവം എനിക്ക് ഒരുപാട് എന്നെ സഹായിക്കുന്നുണ്ട്. കാരണം എനിക്ക് കിട്ടിയ കോൺട്രാക്റ്റ് ആണെങ്കിലും നല്ലൊരു മനുഷ്യനാണ്. എല്ലാം നന്നായിട്ട് നോക്കി നടത്തി ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ വീടിനകത്തുള്ള വീഡിയോസ് 2 ദിവസം കഴിയുമ്പോൾ ഇടാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, എന്നെ ചേർത്ത് നിർത്തുന്നവർ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.